നമസ്കാരം. രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക്. തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ 7 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പും 7 ഘട്ടങ്ങളായിട്ടാണ് നടന്നത്. ഏപ്രിൽ 19 ആദ്യഘട്ടം തുടങ്ങുക. 7 ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പൊതു തെരഞ്ഞെടുപ്പിന്റെ കീഴിൽ വരും, ജനോത്സവത്തിന്റെ കീഴിൽ വരും. ഒപ്പം 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും. ആന്ധ്ര, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. കേരളത്തിൽ നമുക്ക് രണ്ടാം ഘട്ടത്തിൽ സെക്കൻഡ് ഫേസിൽ ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 26 കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും. രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഏപ്രിൽ 26. ജൂൺ 4 വോട്ടെണ്ണൽ. ജൂൺ 4 വോട്ടെണ്ണൽ. 7 ഘട്ടമായി ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒപ്പം 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നു. ഏപ്രിൽ 19 ആരംഭിക്കും ആദ്യഘട്ടം. പൊതു തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഏപ്രിൽ 19 ആരംഭിക്കും. ഏപ്രിൽ 26 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 4 വോട്ടെണ്ണൽ. ഇന്ന് കൃത്യം 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, ഒപ്പം തന്നെ ജ്ഞാനേഷ് കുമാർ, ഒപ്പം സുഖ്വീന്ദർ സിംഗ് സന്ധു എന്നീ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചത്. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പൊതു തെരഞ്ഞെടുപ്പിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. രാജ്യം ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഉത്സവമാക്കി മാറ്റുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തിലെ തെരഞ്ഞെടുപ്പ്, അതുപോലെ വോട്ടർമാരുടെ എണ്ണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വിശദീകരിച്ചിരുന്നു. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 97 കോടിയോളം വോട്ടർമാരുണ്ട്. അതിൽ 49.7 കോടി പുരുഷ വോട്ടർമാരും 47.1 കോടി സ്ത്രീ വോട്ടർമാരുമാണുള്ളത്. 48,000 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുണ്ട്. 1.8 കോടി പുതിയ വോട്ടർമാർ, കന്നി വോട്ടർമാരുണ്ട്. അതുപോലെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു. എല്ലാ കാര്യങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയായി വരുന്ന കാര്യവും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വിശദീകരിച്ചു. 7 ഘട്ടമായിട്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഏപ്രിൽ 19 ആരംഭിക്കുന്നു ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടത്തിൽ കേരളത്തിൽ ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ജൂൺ 4 വോട്ടെണ്ണൽ. ഇതിന്റെ മറ്റ് വിശദാംശങ്ങളും ഏതൊക്കെ ഫേസുകളിൽ, ഏതൊക്കെ ഘട്ടങ്ങളിൽ, ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് പെടുക എന്നത് വരും ബുള്ളറ്റിനുകളിൽ തീർച്ചയായിട്ടും അതിന്റെ വിശദാംശങ്ങൾ നൽകാം.